സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അസിഡിറ്റി ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് ഓർത്തോ നൈട്രോഫിനോൾ, ഫീനോൾ, ഓർത്തോക്രിസോൾ, മെറ്റാക്രിസോൾ. അപ്പോൾ 3 കോമ്പൗണ്ടിൽ നിന്ന് H+ റിലീസ്ഡ് ആയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ബേസിന്റെ സ്ട്രക്ചേഴ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റെബിലിറ്റി നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മതി. ഓക്കെ, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കോൺജുഗേറ്റ് ബേസ് ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഫിനോളിൽ നോക്കാം. ഇത് ഫിനോക്സൈഡ് അയോൺ ആണ്. ഓക്കെ, ഇത് റെസൊനൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. റെസൊനേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം ഇത് ഒരു കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ഇതെന്താണ്, ഒരു നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് എപ്പോഴും ഓർക്കുക, ചാർജ് ആയിട്ടുള്ള സ്പീഷീസ് എപ്പോഴാണ് സ്റ്റേബിൾ ആവണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ അതിന്റെ ചാർജ് മാക്സിമം ഡീലോക്കലൈസ്ഡ് ആവുന്നത്, അത് മാക്സിമം സ്പ്രെഡ് ആയി നിൽക്കുന്നത്, അപ്പോഴാണ് ആ ഒരു ചാർജ് ഉള്ള സ്പീഷീസ് കുറെ കൂടി സ്റ്റെബിലൈസ്ഡ് ആവുന്നത്. ഓക്കെ, അല്ലാതെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് മാത്രം ചാർജ് അധികമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താലോ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റി കൂടിക്കൊണ്ടിരുന്നാലോ ആ ഒരു സിസ്റ്റം അൺസ്റ്റേബിൾ ആവുകയുള്ളൂ. അതേസമയം ഈ നെഗറ്റീവ് ചാർജ് മാക്സിമം ഒന്ന് ഡീലോക്കലൈസ്ഡ് ആയി അല്ലെങ്കിൽ അതിന്റെ ചാർജ് ഒന്ന് കുറഞ്ഞു കിട്ടി കഴിഞ്ഞാൽ സിസ്റ്റം കുറെ കൂടി എന്താണ് സ്റ്റേബിൾ ആവും. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് നോർമൽ ഫിനോക്സൈഡ് ആണ്. ഓക്കെ, ഇതിന് റെസൊനൻസ് പോസിബിൾ ആണ്. നെഗറ്റീവ് ചാർജ് പൈ ബോണ്ടുമായിട്ട് കോൺജുഗേഷനിൽ വരുന്നു. റെസൊനേറ്റീവ് സ്ട്രക്ചേഴ്സ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. റെസൊനൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. പക്ഷേ ഇയാളെക്കാട്ടിലും റെസൊനൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് ഈ പറയുന്ന ഓർത്തോ നൈട്രോഫിനോളിൽ നിന്ന് ഉണ്ടാവുന്ന ഫിനോക്സൈഡ് ആണ്. ബിക്കോസ് ഇവിടെ NO2 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ത് ചെയ്യും, മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി തന്നെ അതിന്റെ അടുത്തേക്ക് പുള്ളി. അതുകൊണ്ട് തന്നെ ഈ ഫിനോക്സൈഡ് അയണത്തെ ഈ നെഗറ്റീവ് ചാർജ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് കോൺജുഗേഷനിൽ വരുന്നു, പൈ ബോണ്ട് കോൺജുഗേഷനിൽ വരുന്നു. പൈ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ബെൻസി റിംഗില് ഇലക്ട്രോൺ ഡെൻസിറ്റിനെ ആര് വിഡ്രോ ചെയ്യും, നൈട്രോ ഗ്രൂപ്പ് അതിന്റെ അടുത്തേക്ക് വിഡ്രോ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഈ ഒരു നെഗറ്റീവ് ചാർജ് ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ഒന്ന് കുറയുന്നത് കൊണ്ട് കുറെ കൂടി ഇത് ഡീലോക്കലൈസ്ഡ് ആയി. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇതിനെ പിടിച്ചെടുത്തതുകൊണ്ട് ചാർജ് കുറെ കൂടെ സ്പ്രെഡ് ആയി, ചാർജ് ഡെൻസിറ്റി ഒന്ന് കുറഞ്ഞു കിട്ടി. അപ്പൊ ചാർജ് ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ട് ഇത് കുറെ കൂടെ എന്താണ് സ്റ്റേബിൾ ആയി. മനസ്സിലായോ? അപ്പൊ ഫിനോക്സൈഡിനേക്കാളും നല്ല സ്റ്റേബിൾ ആണ് എന്ത്, ഈ നൈട്രോ ഫിനോക്സൈഡ് എന്ന് പറയുന്ന കോൺജുഗേറ്റ് ബേസ്. അപ്പൊ ഇത് കുറെ കൂടി സ്റ്റേബിൾ ആയേ. അപ്പൊ എനിക്ക് ഉറപ്പിക്കാം ഫിനോളിനെക്കാട്ടിലും മോർ അസിഡിക് ആരായിരിക്കും, ഓർത്തോ നൈട്രോ ഫിനോൾ ആയിരിക്കും. കാരണം എന്താ, ഞാൻ പറഞ്ഞു കോൺജുഗേറ്റ് ബേസ് എന്തുമാത്രം സ്റ്റേബിൾ ആവുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസിഡ് സ്ട്രോങ് ആസിഡ് ആയിരിക്കും. അപ്പൊ ഫിനോളിനേക്കാളും സ്ട്രോങ് ആസിഡ് ആണ് ഓർത്തോ നൈട്രോ ഫിനോൾ. ക്ലിയർ ആണേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓർത്തോക്രിസോളിനെ കൂടെ നോക്കാം. അപ്പൊ ഓർത്തോക്രിസോളിൽ നിന്ന് ഉണ്ടാവുന്ന ഫിനോക്സൈഡ് അയണാണിത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CH3 എന്ന് പറയുന്നത് ഒരു പ്ലസ് ആയി ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ്, പ്ലസ് ഇൻഡക്റ്റ ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ്. അതായത് CH3 എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ ബെൻസീൻ റിംഗിലേക്ക് ഡൊണേറ്റ് ചെയ്യും. ഇപ്പൊ CH3 ഇലക്ട്രോൺ ഡെൻസിറ്റിനെ ബെൻസീൻ റിംഗിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നത് കാരണം ഈ റിംഗ് വീണ്ടും എന്തായിരിക്കും, ഇലക്ട്രോൺ റിച്ച് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതുകൂടാതെ CH3 കൂടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റിനെ കൊടുത്തിട്ട് റിങ്ങിനെ കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആക്കി മാറ്റും. ഇത് കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ട് മാറുമ്പോഴത്തേനും ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ആളല്ലേ, വീണ്ടും അതിന് ഈ നെഗറ്റീവ് ചാർജ് കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ആണ്, വീണ്ടും ഇലക്ട്രോൺ ഡെൻസിറ്റി കിട്ടാണ്. മീൻസ് വീണ്ടും നെഗറ്റീവ് ചാർജിനെ കിട്ടുമ്പോൾ ഇത് എന്താണ്, ഇത് ഡീസ്റ്റെബിലൈസ്ഡ് ആണ്. ഇത് ഡീസ്റ്റെബിലൈസ്ഡ് ആവുകയാണ് ചെയ്തത്. അതായത് ഫിനോളിനെ ഈ ഫിനോക്സൈഡ് അയോണിനെക്കാട്ടിലും ഡീസ്റ്റെബിലൈസ്ഡ് ആണ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കുറവാണ് ഈ പറയുന്ന മീറ്റാൽ ഗ്രൂപ്പ്. അതായത് പ്ലസ് ആയി ഇഫക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ള ഈ ബെൻസീൻ റിംഗ് കുറെ കൂടെ എന്താണ്, ഡീസ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആസിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ വീക്ക് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും. ഫിനോളിനെക്കാട്ടിലും വീക്ക് ആസിഡ് ആയിരിക്കും ഓർത്തോക്രിസോളിലും അതുപോലെ തന്നെ മെറ്റാക്രിസോളും. മനസ്സിലായോ? അപ്പൊ ഈ 4 പേരുടെയും കോൺജുഗേറ്റ് ബേസിനെ നോക്കുമ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആള് ഈ ഒരു കോൺജുഗേറ്റ് ബേസ് ആണ്. അപ്പൊ ഇതിന് കറസ്പോണ്ട് ചെയ്യാനുള്ള ആസിഡ് ദാറ്റ് ഈസ് ഓർത്തോ നൈട്രോ ഫിനോൾ എന്ന് പറയുന്നതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. അതിനേക്കാളും ഓർത്തോ നൈട്രോ ഫിനോൾ ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. അതിനേക്കാളും അസിഡിറ്റി കുറവാണ് ഫിനോൾ. അതിനേക്കാളും അസിഡിറ്റി കുറവാണ് ഈ പറയുന്ന ഓർത്തോക്രിസോളിനും അതുപോലെ മെറ്റാക്രിസോളിനും ഒക്കെ. കാരണം എന്താ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്നത് കൊണ്ട് ഇതിന് ഡീസ്റ്റെബിലൈസ്ഡ് ആവും. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടാവാനായിട്ട് ഒട്ടും താല്പര്യം കാണിക്കില്ല, അതുകൊണ്ട് അവർ വീക്ക് ആസിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ രീതിയിൽ വേണം ഏത് കോമ്പൗണ്ടിനെ ആണെങ്കിലും അസിഡിറ്റി കമ്പയർ ചെയ്യാൻ. ഞാൻ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇട്ട് തരാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അസിഡിറ്റി കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ എന്ത് നോക്കാം, കോൺജുഗേറ്റ് ബേസിനെ നോക്കാം, അവരുടെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരിയഡ് ഇൻ ദ പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിളിൽ അക്രോസ് എ പീരിയഡ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇപ്പൊ ഹൈഡ്രജൻ അല്ലെങ്കിൽ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ ലൈക്ക് അങ്ങനെ പോവില്ലേ? അപ്പൊ അക്രോസ് എ പീരിയഡ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇൻക്രീസിംഗ് പ്രോപ്പർട്ടി എന്താണ്? അറ്റോമിക് റേഡിയം ഇൻക്രീസിംഗ് ആണോ? അല്ല, അത് ഡിക്രീസ് ചെയ്യുക ചെയ്തത്. ബോറോണിനേക്കാളും അറ്റോമിക് റേഡിയം കുറവാണ് കാർബൺ. കാരണം എന്താ,
അക്രോസ് എ പീരീഡ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇതിപ്പോ സെക്കൻഡ് പീരീഡിലെ എലമെന്റുകളാണ് ആയിരിക്കുന്നത്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ ഒക്കെ എന്താ സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെന്റുകളാണ്. അപ്പൊ സെക്കൻഡ് പീരീഡിൽ വരുന്ന ഈ എല്ലാ എലമെന്റ്സിനും എത്ര ഷെല്ലാണുള്ളത്? 2 ഷെല്ലുകളാണ്. 2 ഷെല്ലേ ഉള്ളൂ സെക്കൻഡ് പീരീഡിലെ എല്ലാ എലമെന്റും. അതിപ്പോ ബോറോൺ എടുത്തു കഴിഞ്ഞാലും ഫ്ലൂറിൻ എടുത്തു കഴിഞ്ഞാലും നിയോൺ എടുത്തു കഴിഞ്ഞാലും ആകെ 2 ഷെല്ലേ ഉള്ളൂ. അപ്പൊ ഷെല്ലുകളുടെ എണ്ണത്തിന് മാറ്റമൊന്നുമില്ല. പിന്നെ ഇവിടെ ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്താ വരുന്നത്? 5 ആണ്. കാർബൺ 6 ആണ്. നൈട്രജൻ 7 ആണ്. അറ്റോമിക് നമ്പർ ഇൻക്രീസിംഗ് ആണ്. അറ്റോമിക് നമ്പർ ഇൻക്രീസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയാണ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസിംഗ് ആണ്. അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ നമ്പറിന് ഇക്വലന്റ് എന്നല്ലേ നമ്മൾ പഠിക്കാം. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. അതായത് ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണിന്റെ ചാർജ് ആണ്. അപ്പം അക്രോസ് എ പീരീഡ് മൂവ് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത ഏതാ? ഇതാണ് ന്യൂക്ലിയസ്, ഇവിടെയാണ് ഇലക്ട്രോൺസ് ഇരിക്കുക അല്ലോ. അപ്പൊ ന്യൂക്ലിയർ ചാർജ് അക്രോസ് എ പീരീഡ് മൂവ് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതൽ കാരണം ഇലക്ട്രോൺസുമായിട്ടുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ കൂടും. അതായത് ഒരു +5 ചാർജ് ഉള്ള ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യുന്നതിലും സ്ട്രോങ് ആയിട്ട് +6 ചാർജ് വരുന്ന ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യും. അപ്പൊ അക്രോസ് എ പീരീഡ് മൂവ് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. അതായത് ഇലക്ട്രോണിനെ മാക്സിമം അത് അതിന്റെ അടുത്തേക്ക് പിടിച്ചു വെക്കും. മാക്സിമം ഇലക്ട്രോണിനെ അതിന്റെ അടുത്തേക്ക് പിടിച്ചു വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ബോറോൺ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യുന്നതിലും സ്ട്രോങ് ആയിട്ട് കാർബണും നൈട്രജനും എന്ത് ചെയ്യും? ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യും. അപ്പൊ ഇലക്ട്രോണിനെ മാക്സിമം ന്യൂക്ലിയസ് അതിന്റെ അടുത്തേക്ക് പിടിച്ചു വെക്കുമ്പോൾ മൊത്തത്തില് ഷെല്ല് എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. ഷെല്ല് ഷ്രിങ്ക് ചെയ്യും. അതായത് അറ്റോമിക് സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അക്രോസ് എ പീരീഡ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടാണ്, അറ്റോമിക് റേഡി എന്താണ്? അപ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇൻക്രീസിംഗ് അല്ല, ഇതൊരു ഡിക്രീസിംഗ് പ്രോപ്പർട്ടിയാണ്. അയണൈസേഷൻ എൻതാൽപ്പി എന്ത് സംഭവിക്കാം? അയണൈസേഷൻ എൻതാൽപ്പിയാണ് ഇൻക്രീസിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അക്രോസ് എ പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി കൂടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? ഇത് തന്നെയാണ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വെച്ച് തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അക്രോസ് എ പീരീഡ് മൂവ് ചെയ്യുമ്പോൾ കൂടുന്നു. കാരണം പ്രോട്ടോണിന്റെ എണ്ണം കൂടുകയാണ്. പ്രോട്ടോണിന്റെ എണ്ണം കൂടുക മീൻസ് ന്യൂക്ലിയസിന്റെ ആ പോസിറ്റീവ് ചാർജ് ആണ് കൂടുന്നത്. പോസിറ്റീവ് ചാർജ് കൂടുകയാണ്, ഇലക്ട്രോണുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂടുകയാണ്, മാക്സിമം ഷെൽസ് ഷ്രിങ്ക് ചെയ്യും, അറ്റോമിക് റേഡി കുറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇലക്ട്രോൺസിന്റെ മാക്സിമം എന്ത് ചെയ്യും? ന്യൂക്ലിയസ് കൂടുതൽ അതിന്റെ അടുത്തേക്ക് പിടിച്ചു വെച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൊടുക്കൊണ്ടുവരുന്ന എനർജി, അതിനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇസ് എ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ദ മോസ്റ്റ് ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോൺ ഫ്രം ദ വാലൻസ് ഷെൽ ഓഫ് ആൻ ആറ്റം. ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ട് ഇലക്ട്രോൺ റിലീസ് ചെയ്യാൻ നമ്മൾ എത്രമാത്രം എനർജി കൊടുക്കണം? ചുമ്മാ ഇലക്ട്രോൺ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്താ? ഈ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുമായിട്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലാണ്. മാക്സിമം ന്യൂക്ലിയസ് ഇയാളെ പിടിച്ചു വെച്ചേക്കാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്താലേ ഇലക്ട്രോൺ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് എനർജി ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടി വരുന്ന എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ എന്തുമാത്രം അതിന്റെ അടുത്തേക്ക് പിടിച്ചു വെക്കുന്നു അതനുസരിച്ച് കൂടുതൽ എനർജി കൊടുത്താലേ ഇലക്ട്രോണെ നമുക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. അപ്പൊ അക്രോസ് എ പീരീഡ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസിംഗ് ആണ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആയാണ് ഇപ്പൊ ന്യൂക്ലിയസ് ഇലക്ട്രോണുമായിട്ടുള്ള ബൈൻഡിങ് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എനർജി എന്താണ്? നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് അക്രോസ് എ പീരീഡ് മൂവ് ചെയ്യുമ്പം എന്ത് കൂടും? അയണൈസേഷൻ എൻതാൽപ്പി വളരെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, മെറ്റാലിക് കണ്ടക്ടിവിറ്റിയോ? മെറ്റാലിക് കണ്ടക്ടിവിറ്റി അക്രോസ് എ പീരീഡ് ഡിക്രീസിംഗ് ആണ്. കാരണം കണ്ടക്ടിവിറ്റി മെയിൻലി ഇലക്ട്രോണിന് റിലീസിംഗ് ടെൻഡൻസി ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ഒക്കെ എന്താണ്? മെറ്റൽസ് ആണ്, മെറ്റാലിക് നേച്ചർ ഉള്ളവരാണ്. മെറ്റാലിക് നേച്ചർ ഉള്ളവരുടെ പ്രത്യേകത എന്താ? ഇലക്ട്രോൺസിനെ പെട്ടെന്ന് റിലീസ് ചെയ്യും. പക്ഷേ അക്രോസ് എ പീരീഡ് മൂവ് ചെയ്യുമ്പോൾ അവരുടെ അയണൈസേഷൻ എൻതാൽപ്പിയൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ പെട്ടെന്ന് റിലീസ് ചെയ്യില്ല. അപ്പൊ മെറ്റാലിക് കണ്ടക്ടിവിറ്റി കൂടുതലല്ല, കുറയുകയാണ് ചെയ്യുന്നത് അക്രോസ് എ പീരീഡ്. അറ്റോമിക് മാസിന്റെ പ്രത്യേകത എന്താ? അറ്റോമിക് മാസ് ശരിക്കും പറയാൻ കൂടാണ് കേട്ടോ. അക്രോസ് എ പീരീഡ് അറ്റോമിക് മാസ് കൂടും. കാരണം ഇപ്പൊ ബോറോണിന്റെ തന്നെ മാസ് എത്രയാ? 9 10 കണ്ടല്ലേ. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. നൈട്രജന്റേത് 14 ആണ്. ഓക്സിജന്റെ 16 ആണ്. അതായത് അറ്റോമിക് മാസ് അക്രോസ് എ പീരീഡ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ തന്നെയാണ് ചെയ്യുന്നത്. അറ്റോമിക് മാസ് ഇൻക്രീസിംഗ് പ്രോപ്പർട്ടി ആണ്. പക്ഷെ അതിനെക്കാട്ടിലും ഡോമിനന്റ് ആയിട്ട് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒന്നാണ് അയണൈസേഷൻ എൻതാൽപ്പി. ഇത് ശരിക്കും പറയാൻ കുറച്ചൊന്ന് കൺഫ്യൂസിംഗ് ആണ്. കാരണം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അക്രോസ് എ പീരീഡ് മൂവ് ചെയ്യുമ്പോൾ ഇൻക്രീസിംഗ് പ്രോപ്പർട്ടി ഏതാണെന്നുള്ളതാണ്. ശരിക്കും പറയാം അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസിംഗ് ആണ്, അറ്റോമിക് മാസും ഇൻക്രീസിംഗ് ആണ്. പക്ഷെ എന്നാലും അറ്റോമിക് മാസിനെക്കാട്ടിൽ അറ്റോമിക് മാസ് കൂടും, തീർച്ചയായിട്ടും കൂടും. നോക്കിയേ, ഫ്ലൂറിൻ ആകുമ്പോഴത്തേന് എത്ര വരും? എത്ര വരെ? 18 19 അത്രയൊക്കെ വരില്ലേ?
നിയോൺ ആകുമ്പോൾ 20 വരെ അറ്റോമിക് മാസ്. അതായത് അറ്റോമിക് മാസ് കൂടുതൽ തന്നെയാണ്. മാസ് നമ്പർ ആണ് അറ്റോമിക് മാസ് എന്ന് ഉദ്ദേശിക്കുക. മാസ് നമ്പർ കൂടുതലല്ലേ ചെയ്യുന്നത് ക്ലോസിംഗ് പീരീഡ്. അപ്പം മാസ് അറ്റോമിക് മാസ് കൂടും, പക്ഷേ അയണൈസേഷൻ എന്താൽപ്പി കൂടുന്ന അത്രയും ഡോമിനന്റ് ആയിട്ട് അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യത്തില്ല. അപ്പൊ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ അയണൈസേഷൻ എന്താൽപ്പി എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. നെക്സ്റ്റ്, ദ ഫോളോയിങ് റിയാക്ഷൻ ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. CH3 CH2 ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. O എന്നുള്ളതല്ല, CONH2 എന്നുള്ളതാണ്. CH3 CH2 CONH2 അതായത് അമൈഡ് ആണ്. CH3 CH2 CONH2 അമൈഡ് അല്ലേ ഇത്? അമൈഡ് ആണ്, ഈതാൽ അമൈഡ് ആണ് ഇത്. അപ്പൊ അമൈഡ് ആണ്. അപ്പൊ ഈ ഒരു അമൈഡ് ആരൊക്കെയായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ബ്രോമിൻ ആൻഡ് NaOH. ബ്രോമിൻ ആൻഡ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് NaBr, സോഡിയം ബ്രോമൈഡ് കിട്ടുന്നുണ്ട്, NaBr കിട്ടുന്നുണ്ട്, വാട്ടർ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം കിട്ടുന്നത് എക്സും വൈയും എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സും വൈയും ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യമേ അറിയണം ഇങ്ങനെ ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിന്റെ പ്രോഡക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ട് എന്താ വന്നിരിക്കുന്നത്? അമൈഡ് ആണ്. CH3 CH2 CONH2 അതായത് അമൈഡ് ആണ്. അമൈഡ് ആരൊക്കെ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ബ്രോമിൻ ആൻഡ് NaOH. ബ്രോമിൻ ആൻഡ് NaOH. The amide is reacting with bromine in presence of an alkaline medium. ഒരു ആൽക്കലൈൻ മീഡിയം ആണ് NaOH എന്ന് പറയുന്നത്. എന്താണ്? ആൽക്കലി ആണ്. അപ്പൊ ആൽക്കലൈൻ മീഡിയത്തില് ബ്രോമിനുമായിട്ട് ആര് റിയാക്ട് ചെയ്യുന്നു? അമൈഡ് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷന്റെ പേരെന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ. അപ്പൊ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ ആണ് ഈ ഒരു റിയാക്ഷൻ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്യാൻ വേറെ ഒന്നും വേണ്ട, കുറച്ച് നെയിം റിയാക്ഷൻസ് ഉണ്ട്, അത് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള മെക്കാനിസം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഒത്തിരി മെക്കാനിസം അറിയണമെന്ന് നിർബന്ധമില്ല, കാരണം ഡിഗ്രി ലെവലാണ്. അപ്പൊ ഒത്തിരി മെക്കാനിസത്തിലേക്ക് അവർ ഡീപ്പായിട്ട് ചോദിക്കില്ല. മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് നെയിം റിയാക്ഷൻസ് ഉണ്ട്. അതിനകത്ത് റിയാക്റ്റന്റുകളും പ്രോഡക്റ്റും എന്താണെന്ന്, റിയാക്റ്റന്റും റിയേജന്റും പ്രോഡക്റ്റും. അപ്പൊ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള റിയാക്റ്റന്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് എന്താണ്? അമൈഡ് ആണ് ഇവിടുത്തെ സബ്സ്ട്രേറ്റ്. ഈ സബ്സ്ട്രേറ്റ് ആരൊക്കെയായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ബ്രോമിനും NaOH ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരാണ് നമ്മുടെ റിയേജന്റ്. അപ്പൊ നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന അമൈഡ് ആണ്, ഇത് നമ്മുടെ റിയേജന്റ് ആണ്, ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഇതാണ്. അപ്പൊ നിങ്ങൾ സബ്സ്ട്രേറ്റും റിയേജന്റും പഠിച്ചിരിക്കുക, കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് നോക്കുക. അത്രയെങ്കിലും ബേസിക് ആയിട്ട് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മെക്കാനിസം ഒന്നും നോക്കണം എന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പം അമൈഡിനെ കാണുകയാണ്. അമൈഡിന്റെ കൂടെ ബ്രോമിനും NaOH അല്ലെങ്കിൽ ബ്രോമിൻ KOH ഒരു ആൽക്കലൈൻ മീഡിയം ആണ് കാണുന്നത് വിചാരിച്ചു. ഹാലജൻ, ബ്രോമിനോ ക്ലോറിനോ വരാം കേട്ടോ. അപ്പൊ ബ്രോമിനും NaOH അല്ലെങ്കിൽ KOH എന്ന് പറയുന്ന ആൽക്കലൈൻ മീഡിയം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിക്കോണം. അതെന്താണ്? ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ ഹോഫ്മാൻ റീഅറേഞ്ച്മെന്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിൽ മെയിൻലി നടക്കുന്ന ഇത്രയേ ഉള്ളൂ. പ്രൈമറി അമീൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. അതായത് പ്രൈമറി അമീന്റെ റിയാക്ഷൻ ആണ്. അപ്പൊ ഇത് ഏതാണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ ഇപ്പൊ ജനറൽ ആയിട്ട് ഇപ്പൊ CH3 CONH2 ഇതൊരു അമൈഡ് ആണല്ലോ. അപ്പൊ അമൈഡ് ഇതുപോലെ ബ്രോമിൻ ആൻഡ് KOH ഒന്നെങ്കിൽ ഇങ്ങനെ വരാം, ബ്രോമിൻ NaOH ആവാം, അല്ലെങ്കിൽ ബ്രോമിൻ KOH ആവാം. അതും അല്ലെങ്കിൽ NaOBr സോഡിയം ഹൈപ്പോബ്രോമൈഡ്, അല്ലെങ്കിൽ KOBr പൊട്ടാസ്യം ഹൈപ്പോബ്രോമൈഡ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്രോമിനും NaOH കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഈ സോഡിയം NaOBr ആണ് കിട്ടുന്നത്, ഹൈപ്പോബ്രോമൈഡ് ആണ് കിട്ടുന്നത്. അപ്പം ഈ രീതിയിൽ റിയേജൻസിനെ കാണുകയാണെങ്കിൽ ഓർത്തോണം, ഇത് ഹോഫ്മാൻ ഡിഗ്രഡേഷൻ ആണ്. ഇതിൽ സംഭവിക്കുന്നത് ഈ പറയുന്ന അമൈഡ് ഡിഗ്രഡേഷൻ നടന്ന് പ്രൈമറി അമീൻ ഫോം ചെയ്യും. പ്രൈമറി അമീന്റെ സിന്തസിസിനുള്ള റിയാക്ഷൻ ആണ്. പ്രൈമറി അമീൻ ഫോം ചെയ്യും, CH3NH2 ഫോം ചെയ്യും. അതിന്റെ കൂടെ CH3NH2 പ്രൈമറി അമീൻ കിട്ടും. ഇൻ അഡിഷൻ നമുക്ക് അവിടെ Na2CO3 സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന ആള്, പിന്നെ NaBr വാട്ടറും ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വാട്ടറും ഫോം ചെയ്യും. അതുപോലെ NaBr KBr എന്താന്ന് വെച്ചാൽ അത്. NaOH ആണെങ്കിൽ നമുക്ക് NaBr കിട്ടും. NaOH ആയതുകൊണ്ടാണ് Na2CO3 സോഡിയം കാർബണേറ്റ് ഫോം ചെയ്തത്. ഇതിന്റെ സ്ഥാനത്ത് ബ്രോമിനും KOH ആയിരുന്നെങ്കിൽ Na2CO3യുടെ സ്ഥാനത്ത് അവിടെ എന്ത് വരും? K2CO3 പൊട്ടാസ്യം കാർബണേറ്റ് വരും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ NaOH വരാം അല്ലെങ്കിൽ KOH വരാം. അപ്പൊ ഇതെന്താണ്? ഡിഗ്രഡേഷൻ ആണ് സംഭവിച്ചത്. നോക്കിയേ, ഇവിടുത്തെ ഈ ഒരു സബ്സ്ട്രേറ്റിനകത്ത് ഒരു കാർബൺ കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് അല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അമൈഡിനകത്ത് CO ഗ്രൂപ്പ് പോയി,
പ്രൈമറി അമീൻ ഫോം ചെയ്തു, ഒരു കാർബൺ കുറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രഡേഷൻ കാരണം ഒരു കാർബൺ ലെസ് ആയിട്ടുള്ള ഫൈനൽ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അമൈഡിൽ നിന്ന് പ്രൈമറി അമീനെ സിന്തസൈസ് ചെയ്യാനുള്ള റിയാക്ഷൻ എന്ത്? ഈ പറയുന്ന ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ. അപ്പൊ ഈ റിയേജൻസിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോണം ഇത് എന്താണ്, ഹോഫ്മാൻ റിയാക്ഷൻ ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നതാണ് CH3 CH2 CONH2 ആണ്. റിയാക്ട് ചെയ്യുന്ന ആരുമായിട്ടാ? ബ്രോമിന് KOH അല്ലെങ്കിൽ NaOH ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഈ CO കളഞ്ഞിട്ടുള്ള പ്രൈമറി അമീനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക, CH3 CH2 NH2. അതിന്റെ കൂടെ ആര് വരും? NaOH ആയതുകൊണ്ട് സോഡിയം കാർബണേറ്റ് Na2CO3 വരും. കൂടെ NaBr വരുന്നുണ്ട്, NaBr വാട്ടർ ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സും Y എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രോഡക്ട്സ്. ഓക്കെ, ഏതാ? ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. എക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രൈമറി അമീൻ, സോറി ഇതല്ല ഇത് ബി ആണ് ആൻസർ, ബി ആണ്. എക്സ് എന്ന് പറയുന്നത് പ്രൈമറി അമീൻ ആണ്, Y എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, നമ്മുടെ ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ. ഓക്കെ ആണോ?